ഹായ് ഓൾ, ദിസ് സൺഡേ ആഫ്റ്റർനൂൺ. ഇന്ന് നമ്മൾ കുഴിമന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ഗ്ലാസ് സെല്ല റൈസ്, ആവശ്യത്തിന് വെള്ളം എടുത്ത്, ഒരു 2-3 ഏലക്ക, 3 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട, മാഗി ക്യൂബ് ഉടച്ചത്, ഉണക്കനാരങ്ങ ഒടിച്ചത്, ഒരു ബേ ലീഫും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ ആവശ്യത്തിന് ഉപ്പിട്ട് തിളച്ച് പൊന്താതിരിക്കാനായിട്ട് ഒരു വുഡൻ സ്പാറ്റുള്ള വെച്ച് അടച്ച് വെച്ച് ഒരു തിള വരുന്നത് വരെ വേവിച്ചെടുക്കാം. തക്കാളി ചട്നി ഉണ്ടാക്കാനായിട്ട് ഒരു ചെറിയ സവാള, 2 തക്കാളി, ഒരു ക്യാപ്സിക്കം മന്തിയിലേക്ക്. മന്തി മസാല ഉപ്പ് മാത്രം ഇട്ടാണ് ഇത് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ ഇരുന്നേച്ചത്. ഇതിൻ്റെ അകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും റെഡ് കളർ പൗഡറും ലേശം സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് ഒരു അരമണിക്കൂറത്തേക്ക് മാറ്റി വെച്ചേക്കാം. തക്കാളി ചട്നിക്കായിട്ട് 2 പഴുത്ത തക്കാളി, ഒരു ചെറിയ സവാള, ഒരു പച്ചമുളക്, 2 വെളുത്തുള്ളി, കുറച്ച് മല്ലിയില, ആവശ്യത്തിന് ഉപ്പും വിനാഗിരിയും ചേർത്ത് അരച്ചെടുക്കാം. അല്പം മാത്രം വെള്ളം ചേർക്കുക. ചട്നിക്ക് റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ആവാം. ക്യാപ്സിക്കം വെന്ത് കലങ്ങി പോകാൻ പാകത്തിന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. സെല്ല റൈസ് ഒരു തിള വന്നാൽ മതി, നമുക്കത് അങ്ങോട്ട് വാർത്തിടാം. ഇനി ഒരു കുക്കർ എടുത്ത് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ വെച്ച് അതിന് മീതെ ക്യാപ്സിക്കം അരിഞ്ഞത് 1-2 മാഗി ക്യൂബ്സും കൂടെ പൊടിച്ചിട്ട് കൊടുത്താൽ പകുതി ചോറിട്ടിട്ട് പാലിൽ മഞ്ഞപ്പൊടി കലക്കിയ വെള്ളം ഒരു റൗണ്ട് ഒഴിച്ചു കൊടുത്ത് ബാക്കി ചോറിട്ട് വീണ്ടും പാലൊഴിച്ച് മുകളിൽ 3 പച്ചമുളക് കൂടെ വെച്ച് കഴിഞ്ഞാൽ ഒരു ചിരട്ട കത്തിച്ചൊരു കിണ്ടിയിൽ വെച്ച് അതിലേക്ക് ഇറക്കി കൊടുത്ത് മേളിൽ ഇത്തിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കുക്കർ അടയ്ക്കാം. തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിൽ അടിക്കുന്നത് വരെ കാത്തിരിക്കാം. വിസിൽ വന്നാൽ ഉടനെ തന്നെ കുക്കർ പൈപ്പിന് താഴെ വെച്ച് അതിനകത്തുള്ള എയർ മുഴുവൻ കളയണം, അല്ലെങ്കിൽ അരി വെന്ത് പോവും. മീതിയെന്ന് കിണ്ണി മാറ്റി കഴിഞ്ഞാൽ നമുക്കിതൊരു പോട്ടിലേക്ക് മാറ്റാം. ക്യാമറ ആംഗിളൊന്നും സെറ്റ് ചെയ്യാനില്ലെങ്കിൽ 3/4 മണിക്കൂറിൽ മന്തി റെഡിയായി കിട്ടും. മന്തി ആക്ച്വലി ബിലോങ്സ് ടു യമനി കുസീൻ. മലപ്പുറത്തുള്ള പുല്ലിശ്ശേരി മുഹമ്മദ് അലിയാണ് ഇത് ഇവിടെ പോപ്പുലർ ആക്കിയത്. ആൻഡ് നൗ പീപ്പിൾ കോൾ ഹിം മന്തിക്കാക്ക. Hope you enjoyed the video. Thank you for dropping by. See you next time.